ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ മൊഴിയിലാണ് കേസ്. ഷാർജയിലുള്ള അതുല്യയുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കും. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനോട് അത്ര ഒരു ഇൻറ്റിമസി ഉള്ള മോളാണ്. നമുക്ക് അതിനകത്ത് വളരെ ദുരൂഹമായ സാഹചര്യമുള്ളൂ. എന്താണെന്നുള്ള അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഒരു ഭർത്താവാണ്. നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അക്രസക്തനാവുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും നിരന്തരം പീഡനങ്ങൾക്കിരയായി സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സഹിച്ച് കുഞ്ഞിന് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഇതോടൊപ്പം പല ആവർത്തി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് കേസ് വരെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയണം. എന്താണ് സംഭവിച്ചതെന്നുള്ളത് വേണ്ടിയാണ് നമ്മൾ ഏതെല്ലാം വരെ പോകുന്നത്. വിവരങ്ങളുമായി മനോജ്. ഷാർജയിൽ മരണപ്പെട്ട അതുല്യ കൊടിയ പീഡനങ്ങൾക്കിരയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും നിരന്തരമായി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വീട്ടുകാരുടെ പരാതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അതുല്യയുടെ വീട്ടിലാണ്. അതായത് ഈ ചവറ തെക്കുംഭാഗം കോഴിവിളയിലാണ് ഈ വീടുള്ളത്. ഇപ്പോൾ ഇവിടെ അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും ബന്ധുക്കളുമൊക്കെ ഉണ്ട്. ഈ അതുല്യ ഭവനത്തിൽ നിന്നാണ് ഈ അതുല്യ ഷാർജയിലേക്ക് പോകുന്നത്. നിരന്തരമായി വീട്ടുകാരോട് ഈ കാര്യം അറിയിക്കുന്നുണ്ടായിരുന്നു. അതായത് അതുല്യ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടു. ദേഹമാസകലം തന്നെ പരിക്കുകളാണ്. ഇത്തരത്തിൽ സതീഷ് നിരന്തരമായി അതുല്യയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത അറിയുമ്പോൾ, അതായത് വീട്ടുകാരൊക്കെ ഈ വിവരം അറിയുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത്. കാരണം ആ ഒരു സാഹചര്യമായിരുന്നില്ല. എല്ലാം സഹിച്ചും പുറത്തും അതുല്യ കഴിഞ്ഞിരുന്നു. തൻ്റെ മകളെ ഓർത്ത് അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല എന്നുള്ളത്. എന്തായാലും അതുല്യയുടെ ബന്ധുക്കൾ കൂടെ ഇവിടെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? തുടക്കം മുതലേ ഇവർ തങ്ങളിൽ പ്രശ്നങ്ങളായിരുന്നു. അവളിഞ്ഞ് വരികയും വീണ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും കൂടാതെ അതിനെ തുടർന്ന് പോലീസ് കേസും ബന്ധുവഴിയാൻ കോടതിയിലൊക്കെ പോയതായിരുന്നു. പിന്നെ അവർ കോടതി മുഖേന കൗൺസിലിങ്ങിൽ ഏർപ്പെടുകയും വീണ്ടും അവർ ഒന്നിക്കുകയും വീണ്ടും അത് കഴിഞ്ഞ് ജീവിക്കുകയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ നിരന്തര പീഡനം. ഇവൻ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവൻ നമ്മളെ വന്ന് കാണുകയും കരഞ്ഞു പിടിച്ച് കാല് പിടിച്ച് വിഷമം നമ്മളെ കൂടെ വിഷമിപ്പിച്ചുകൊണ്ട് വീണ്ടും കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അവൻ്റെ സ്ഥിരം സ്വഭാവമായിരുന്നു. ഇന്നില്ലെങ്കിൽ നാളെ അവൻ്റെ സ്വഭാവങ്ങൾ മാറുമെന്നും കൂടാതെ ഇവർക്കൊരു പെൺകുഞ്ഞാണ് 10 വയസ്സുള്ളത്. അതുകൊണ്ട് അവർക്ക് കുടുംബം എന്നെങ്കിലും നന്നാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോട് ഈ കുഞ്ഞ് അവൻ്റെ കൂടെ പോവുകയായിരുന്നു. കൂടാതെ 1.5 വർഷത്തിന് മുമ്പ് അവൾ ഷാർജയിൽ പോയി അവനോടൊപ്പം താമസിക്കുകയും കുഞ്ഞിനെ വീണ്ടും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ കഴിഞ്ഞ 18-ാം തീയതി രാത്രി അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ കഴിഞ്ഞ 29-30 വയസ്സിലുള്ള ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞ് ഇവർക്ക് ഏതോ ഈ വരുന്ന തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ 22-ാം തീയതി തിങ്കളാഴ്ച അവൾ ജോലി പ്രവേശിക്കാതിരിക്കും. അതിനുള്ള തർക്കവും അതിനുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈ കൊലയ്ക്ക് കാരണമായെന്ന് ഞങ്ങൾ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. എല്ലാം നിയമ നടപടികളിൽ കൂടി എല്ലാം സ്ഥിരീകരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്ഥിരം മദ്യപാനിയായിരുന്നു. സ്ഥിരം മദ്യപാനി. ഓവറായി കഴിഞ്ഞാൽ ഇവന് പ്രശ്നക്കാരനാണ്, സഹിക്കുകയോ മറ്റുള്ളവരുമായിട്ട് കൂടത്തില്ല. സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കുപ്പിയോടുകൂടി മദ്യപിക്കുന്ന സ്വഭാവമായിരുന്നു. അമിത മദ്യപാനം. സഹോദരി കൂടെ അടുത്താണോ താമസിക്കുന്നത്? അതെ, സഹോദരി അടുത്താണ് താമസിക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലെങ്കിൽ നാളെ റെഡിയാവും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. സഹോദരി ഭർത്താവും അവിടെ ഉണ്ട്. അവരാണിപ്പം കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം നീക്കുന്നത്. എങ്ങനെയാണ് മറ്റ് നടപടിക്രമങ്ങൾ? അതായത് നടപടിക്രമങ്ങൾ ശനിയും ഞായറും അവിടെ അവധിയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മാത്രം പോസ്റ്റ്മോർട്ടം നടക്കും. ഏർപ്പാട് ചെയ്ത് ഡെഡ് ബോഡി എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ ഈ കുറ്റകരമായതാണെങ്കിൽ താമസിക്കാൻ സാധ്യതയുണ്ട്. ഫോറൻസിക്കൊക്കെ അയച്ചിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് മറ്റ് നടപടിക്രമങ്ങൾ
ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ അതുല്യയുടെ അമ്മ ഇവിടെയുണ്ട്. അമ്മ വലിയ സങ്കടത്തിൽ തന്നെയാണ് നമ്മളോട് ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ചത്. ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ മകൾ നിരന്തരമായി പീഡനത്തിനിരയാകുന്നു എന്നൊരു കാര്യം തന്നെ അമ്മയും അച്ഛനും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അതുല്യ ഈ കാര്യമെല്ലാം അറിയിക്കുമ്പോൾ വീട്ടിലോട്ട് വരാൻ അതുല്യയുടെ അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ അതുല്യയ്ക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അമ്മ ഇവിടെയുണ്ട്. ഈ ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ തന്നെ മകൾ ഈ കാര്യങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നുള്ളത്. എൻ്റെ മോള് വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു, വീഡിയോ കോളിൽ വിളിച്ച് കാണുമായിരുന്നു. അപ്പോൾ ഈ ദേഹമാസകലം മുറിവുകളാണല്ലോ. ആണ്. ഈ സതീഷ് എങ്ങനെയാണ്? സതീഷ് അവനൊരു സൈക്കോ പോലെ പെരുമാറുന്നു. എൻ്റെ കുഞ്ഞിനെ നോട്ടെ അവൻ മാനസികമായിട്ട് ഫോൺ വിളിച്ചാലും അവൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അവൻ ഫോൺ വിളിക്കുന്ന ഉടനെ എടുത്തോണം, അവൾ ബാത്റൂമിലാണേലും എടുത്തോണം. പിന്നെ ആഹാരം കഴിക്കാതെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. സമയത്തിന് ആഹാരം പോലും നിശ്ചയം കഴിഞ്ഞിടം തൊട്ട് കഴിക്കാൻ. അങ്ങനെയൊക്കെ സഹിക്കുക ചെയ്യാൻ ഇത് ബന്ധം വേണ്ടാന്ന് വെക്കാൻ പലവട്ടവും ശ്രമിച്ചതാണ് നമ്മൾ. അന്നേരമൊക്കെ അവൻ്റെ അമ്മ കരഞ്ഞ് നെഞ്ചത്തടിച്ച് ഈ അയലത്തുകാർക്കൊക്കെ അറിയാം. നിലയും വിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് കോംപ്രമൈസിന് കിണറ്റി ചാടി ചാവുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തും വന്നു. അങ്ങനെ ഒരു തരത്തിലും സഹിക്കാൻ വയ്യാൻ ഞാൻ ഇത് മുന്നോട്ട് പോയത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന കേൾക്കണ്ടേ. കേസൊക്കെ കൊടുത്തതായിരുന്നു കോടതിയിലൊക്കെ. എൻ്റെ ആങ്ങളമാരുടെ മുന്നിൽ അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ വെള്ള പേപ്പറിൽ ഒപ്പുമൊക്കെ ഇട്ട് കൊണ്ടുപോയത് കുഞ്ഞിനെ. നമ്മളറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. നേരത്തെ കേസായിരുന്നു. അതിനുശേഷം അവരുടെ ബന്ധുക്കളൊക്കെ ഇടപെട്ടു. അവരുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അവർ 3 ആണുങ്ങളാണ്. അവന് മൂത്ത ഒരു ചേട്ടന്. അത് ഈ 5 വർഷമായി ഇപ്പം മരിച്ചിട്ട്. അതും ഗൾഫിലെങ്ങാണ്ടായിരുന്നു. പിന്നെ ഈ സംശയരോഗം എന്നുള്ളത് സംശയരോഗം ഭയങ്കര. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അന്നേരമൊക്കെ വഴി തെറ്റിക്കുമെന്നാണ് പറയുന്നത്. കൂട്ടുകാർ വിളിക്കുന്നത് അവളെ വഴി തെറ്റിക്കുമെന്ന്. സഹോദരി അടുത്ത് താമസം ഉണ്ടായിരുന്നല്ലോ. പിറ്റേന്ന് അവൾ ജോലിക്ക് കയറായിരുന്നേ. അന്നത്തെ ദിവസം അവൾ യൂണിഫോം മേടിക്കാനായിട്ട് അവൾ ഉപയോഗിച്ച ഒരു സൂട്ടും കോട്ടും ഒക്കെ ഉണ്ട്. ഈ ഇത് ജോലിക്ക് പോകാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇല്ലവന് അങ്ങനെ അത് മേടിക്കാനായിട്ട് എൻ്റെ മോളുടെ അടുത്ത് പോയതാണ്. അവിടെ അടുത്ത് ചെന്ന് എന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഇളയ മോള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് പഴുത്ത മാങ്ങയൊക്കെ കൊടുത്ത്. ഞാനന്നേരം ചോദിച്ചു മോളെ അവക്കെന്തോ കൊടുത്തെന്നും പറഞ്ഞ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മാങ്ങയൊക്കെ കൊടുത്ത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ച് തമാശയും അനിയത്തിയും ചേട്ടത്തിയുടെ ഇളയ അനിയൻ്റെ പണ്ടത്തെ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് തമാശയൊക്കെ അവളെയും കളിയാക്കിക്കൊണ്ട് കുഞ്ഞ് പറഞ്ഞു കുഞ്ഞ് ചാവുമോ. പിറ്റേന്ന് ബർത്ത്ഡേയും അവിടെ അവൾ സ്റ്റാറ്റസ് രാത്രി ഇടുകയും ചെയ്തു. അന്നേരം അവൾ ചാവുമായിരിക്കും. ഒരു സാഹചര്യവും ഇല്ല. അതായത് അങ്ങനെയാണെങ്കിൽ നേരത്തെ സംഭവിക്കും. നേരത്തെ അതിനു മുമ്പ് ഉപദ്രവിച്ചപ്പോൾ അവൾ ചെയ്യേണ്ടുന്നതാണ്. അല്ലെങ്കിൽ അവൾക്ക് പേടിയാണ് മരിക്കുന്നത്. പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളപ്പോൾ അവരുടെ അങ്ങ് വെച്ചും തുനിഞ്ഞിട്ടില്ല. മുറിയിൽ പൂട്ടിയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവൻ ജോലിക്ക് പോകുമ്പോൾ അവൻ ദുബായി താമസിക്കുന്ന സമയത്ത് മുറിയിൽ പൂട്ടിയിടും. അപ്പോൾ അയലത്ത് വന്നാലോ ഒരു ഗ്യാസിന് ഒരു അപകടം വന്നാലോ എല്ലാവരും കഥ തുറന്ന് ഓടുമ്പം നമുക്ക് പോകാൻ പറ്റുമോ? അവിടെ കിടന്ന് ചാവാനല്ലേ വരും. അതുകൊണ്ട് പൂട്ടിയിടരുത്, താക്കോല് കൊണ്ടുപോകലെന്ന് പലവട്ടവും പറയണം. അവിടെ അത് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. എന്തുവാ സംശയം വല്ലവരും ഇനി വരുമോ എന്ന്. അത് ഗൾഫിൽ എൻ്റെ കുഞ്ഞിന് ആരുമായിട്ടൊരു പരിചയമില്ല. അവിടെ ഏതാണുങ്ങൾ വരാനാ? എന്നിട്ട് അവൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാധനം അവിടെ ഇരുന്നാൽ പറയും ഇന്നാരാടിയെ, ഇങ്ങനൊന്നുമല്ല വേറെ രീതിയിൽ പറയും. നമുക്ക് മാധ്യമത്തിലൂടെ പറയാൻ പറ്റത്തില്ല. മാനസികമായിട്ട് എൻ്റെ മോളെ ശാരീരികമായിട്ടും
മാനസികമായിട്ടും എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അവൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അവളെ ഒരു അടിമയുടെ കണക്ക് ചെയ്യുകയും ചെയ്യും. എന്നെ അവനെ സ്നേഹിക്കുകയും ചെയ്യും. ചേട്ടാ ചേട്ടാ, അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പോലും അവനിടത്തില്ല. ഷൂ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് പിടിച്ച് കയറ്റിയിട്ട് കൊടുക്കണം. ചീപ്പ് ബാത്റൂമിൽ അത് വരെ എൻ്റെ കുഞ്ഞിനെ ചെയ്യിക്കും വാന്നും പറഞ്ഞ്. അവനൊരു അടിമ പോലെ. അന്നേരമൊക്കെ ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. എങ്ങാണ്ട് ചെയ്യിച്ച് കൈ വയ്യാന്നും പറഞ്ഞു. അന്നേരമൊക്കെ ഞാനത് കാണുമ്പോൾ എനിക്ക് സങ്കടം. അവളെ ഒരു മടുപ്പുമില്ല അവൾക്ക്. പല്ല് ഇവിടെ വന്ന് 2-3 ദിവസം അന്ന് നിന്ന് പല്ല് തേപ്പിക്കുകയും ബാത്റൂം. അന്നേരമൊക്കെ അത് ചെയ്തിട്ട് അന്നൊക്കെ ഞാൻ പറയും, നീ പ്രായമല്ലാത്ത പ്രായത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവളെ കൊണ്ട് കൂടെ ഒന്നും ഞാൻ ഒരു ജോലിയും ചെയ്യിച്ചിട്ടില്ല. ഞാനാ ചെയ്യുന്നത്. അവൾക്ക് അന്നേരം അങ്ങ് സ്നേഹമെന്ന് പറയാൻ അവനങ്ങ് സ്നേഹപ്രകടനം പിന്നെ അങ്ങ് കാണിക്കും. ഈ ഉപദ്രവിച്ചിട്ടേ പിന്നെ സോറി പറയും, കെട്ടിപ്പിടിച്ചു ഉമ്മോടും. അന്നേരം അവളങ്ങ് പിന്നെ ഒരു ബീച്ചിലെങ്ങാണോ അന്നേരം ഒന്ന് കൊണ്ടുപോകും പിണക്കാൻ മാറ്റാൻ, അല്ലെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പം പെൺകുഞ്ഞുങ്ങളില്ലേ, അവർക്ക് അന്നേരം അത് കിട്ടുമ്പം അതെല്ലാം അങ്ങ് മറക്കും. കിടക്കുന്ന അതിനെ വളർത്താൻ ഇനി വേറൊരുത്തനെ കെട്ടിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നോർത്ത് ആയിരിക്കും. ജീവിതമൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ വല്ലാത്തൊരു രീതിയിലാണ്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ മൊഴിയിലാണ് കേസ്. ഷാർജയിലുള്ള അതുല്യയുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും നാട്ടിലെത്തിക്കുക. ബന്ധുക്കൾ പറയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ.